الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പള്ളി പരിസരത്തുള്ള ശ്മശാനത്തിലുള്ള ഏകതയുടെ മൂകതയിലേക്ക് വലിച്ചെറിയുന്ന ആ കബറാളിയുടെ ശരീരത്തോടുകൂടി നിന്റെ ശരീരത്തെ നീ ഉൾക്കൊള്ളിച്ചുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോൾ, സഹോദരന്മാരെ, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, إذا أصبحت فلا تنتظر المساء وإذا أمسيت فلا تنتظر الصباح. നിനക്ക് പ്രഭാതം വന്നാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, നിനക്ക് പ്രദോഷം വന്നാൽ നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഖുദ്മിൻ സിഹ്ഹതികാലി മറലിക, നിന്റെ ആരോഗ്യ സന്ദർഭത്തിൽ നിനക്ക് ആഫിയത്തുള്ള സമയത്ത്, നിനക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ള സമയത്ത്, നിന്റെ രോഗസമയത്തേക്കുള്ള ഇബാദത്ത് നീ ചെയ്തുകൊള്ളണം എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ വരെ ജീവിച്ച, ഇന്നലെ നമ്മോടൊപ്പം പല പരിപാടികളിലും പങ്കെടുത്ത, ഇന്നലെ നമ്മോടൊപ്പം കളിച്ചു രസിച്ചുല്ലസിച്ച എത്രയെത്രയോ മനുഷ്യന്മാർ, എത്രയെത്രയോ മാന്യന്മാർ ഒരു സുപ്രഭാതത്തിൽ ഇന്നതാ മണ്ണിന്റെ ഉള്ളിൽ പോയി പെട്ടിരിക്കുന്നു എന്നത് നമ്മുടെ ജീവിതങ്ങളുടെ അനുഭവങ്ങളായി മാത്രം നാം കാണുമ്പോൾ, സഹോദരന്മാരെ, ഈ കഴിഞ്ഞുപോയ മനുഷ്യന്മാരെല്ലാവരും ഇന്ന് മണ്ണറയിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാനും നിങ്ങളും അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നാം അതേക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഇന്ന് നാം സുഖിക്കുന്ന, നാം സല്ലപിക്കുന്ന നമ്മുടെ വീടുകളും നമ്മുടെ കൊട്ടാരങ്ങളും നമ്മുടെ ആധുനിക സൗകര്യങ്ങളുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നാളെ പോയി കിടക്കേണ്ട ഭവനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാത്തതിന്റെ പരിണിതിയല്ലേ വെറും ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി നാം ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി താക്കീത് നൽകുന്നു, അക്ബിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്. അക്ബിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം, ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, നിങ്ങളുടെ സർവസുഖങ്ങളെയും കീറിമുറിക്കുന്ന, നിങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കുന്ന, നിങ്ങളുടെ പൊന്നുമക്കളെ അനാഥകളാക്കുന്ന മരണത്തെക്കുറിച്ച് നീ സദാസമയം ഓർത്തുകൊണ്ടിരിക്കണം. ആ ഓർമ്മ നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്റെ റൂഹിനെ പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപാധികളില്ല, രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല, രക്ഷപ്പെടാൻ കുതന്ത്രങ്ങളില്ല. ആ മരണത്തിന്റെ പിടിയിൽ അകപ്പെടുകയല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല എന്നത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്താബോധം നമ്മെ ദിശ നിർണയിക്കട്ടെ, നമുക്ക് റൂട്ട് നിർണയിച്ചു തരട്ടെ. നാം ഇന്ന് ഭൗതിക സുഖങ്ങളിലാണ്, ടിവിക്ക് മുന്നിലാണ്, കളർ ടിവിയുടെ മുന്നിൽ, വീഡിയോ കാസറ്റുകൾക്ക് മുന്നിൽ, ബ്ലൂ ചിത്രങ്ങൾക്ക് മുന്നിൽ, അതുപോലെയുള്ള വൃത്തികേടുകളിലായി നമ്മുടെ നിമിഷങ്ങളും സമയങ്ങളും നാം തള്ളി നീക്കുമ്പോൾ, ഓരോ സാറ്റുകളും നാം മാറ്റിക്കളയുമ്പോൾ, ഓരോ നിമിഷങ്ങളും നാം ചിലവഴിക്കുമ്പോൾ
ഇന്ന് പോകട്ടെ, നാളെ ചെയ്യാം, നാളെ നിസ്കരിക്കാം എന്നിങ്ങനെ നാളെ നാളെ എന്ന രീതിയിൽ സമയങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് കേവല ഭൗതിക സുഖത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സുപ്രഭാതത്തിൽ അതാ പെട്ടെന്ന് വരുന്നു മരണം. മലക്കൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തീരുമാനവുമായി വന്നുകൊണ്ട് ഓരോ മനുഷ്യന്റെയും അർവാഹികളെ പിടിക്കുമ്പോൾ അവൻ പറഞ്ഞു പോകുന്നു, അവൻ സൽക്രമിയല്ലെങ്കിൽ, അവൻ സ്വാലിഹായ മനുഷ്യനല്ലെങ്കിൽ, അവൻ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട പ്രവർത്തനം ചെയ്തവനല്ലെങ്കിൽ അവൻ പറയുന്നു റബ്ബിർജിഊനി, പടച്ചവനെ എന്നെ നീ ഒന്ന് മടക്കി തരുമോ? ഈ മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം തന്നുകൊണ്ട് എന്നെ നീ മടക്കിത്തരാമെങ്കിൽ ഞാൻ സൽക്രമങ്ങൾ ചെയ്യാം തമ്പുരാനെ, ഞാൻ നിസ്കരിക്കാം തമ്പുരാനെ, ഞാൻ നോമ്പനുഷ്ഠിക്കാം തമ്പുരാനെ, സക്കാത്ത് കൊടുത്തുകൊള്ളാം റഹ്മാനെ, ഞാൻ സുഹൃതങ്ങൾ പ്രവർത്തിച്ചുകൊള്ളാം തമ്പുരാനെ എന്ന് മരണത്തിന്റെ വക്രത്തിൽ കിടന്ന് പിടയുന്ന ഓരോ നിഷേധിയും അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ പടച്ച തമ്പുരാന്റെ ഗണഗംഭീരമായ സൗണ്ട് അല്ലാഹു പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു പദപ്രയോഗം മാത്രമാണ്, അത് വെറും ഒരു വാക്കു മാത്രമാണ് എന്നതിൽ കവിഞ്ഞതിന് യാതൊരു പ്രസക്തിയും ഇല്ല. ആ പറയുന്ന വാക്കിന് യാതൊരു അർത്ഥവും ഇല്ല. അതല്ലാഹു സ്വീകരിക്കുന്ന പദവുമല്ല എന്നല്ലാഹു വളരെ ഗണ്യമായി പറയുമ്പോൾ, സഹോദരന്മാരെ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു ഉപാധികളും നമ്മുടെ മുന്നിലില്ലെങ്കിൽ അത് ഏത് സമയത്ത് സംഭവിക്കും, എവിടെ വച്ച് സംഭവിക്കും, ഏത് രൂപത്തിൽ സംഭവിക്കും, യാതൊരു നിശ്ചയവും ആർക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തീരുമാനം അലംഘനീയമാണ്, ആ തീരുമാനം അചഞ്ചലമാണ്. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ ഏറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് കേവലം ജഡം എന്നല്ലേ, കേവലം മയ്യത്ത് എന്നല്ലേ. എത്ര വലിയ മുതലാളിയാകട്ടെ, എത്ര വലിയ ഉദ്യോഗസ്ഥനാകട്ടെ, എത്ര വലിയ രാഷ്ട്രീയ നേതാവാകട്ടെ, എത്ര വലിയ പ്രധാനമന്ത്രിയാകട്ടെ, ഏത് രംഗങ്ങളിൽ പ്രശോഭിക്കുന്ന ആളാകട്ടെ, പിന്നെ അവനെ സംബന്ധിച്ച് പറയുന്നത് മയ്യത്ത് എന്നല്ലേ, ശവമെന്നാണ് പിന്നെ അവന്റെ പേര്. ആ ശവം നിർജീവമായി കിടക്കുന്ന ആ ശരീരത്തിന് ഈ ഭൗതിക ലോകത്തിന്റെ ഒരു കാര്യവും പിന്നെ ബാധകമല്ല, പിന്നെ പ്രശ്നമല്ല. അവൻ ലോകവുമായിട്ടുള്ള ബന്ധം മുറിയും. ആ ബന്ധം മുറിയുമ്പോൾ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ റൂഹിനെ പിടിച്ചു വലിക്കുമ്പോൾ, സഹോദരന്മാരെ, അതിന്റെ പ്രയാസങ്ങൾ, അതിന്റെ വിഷമങ്ങൾ, ആ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം പറയുകയുണ്ടായി, وعزتك يا الله لو علمت من سكرة الموت ما علمت ما قبلت نفس مؤمن. പടച്ചവനെ, മരണത്തിന്റെ വിഷമവും മരണത്തിന്റെ ബുദ്ധിമുട്ടും മരണത്തിന്റെ വെപ്രാളവും ഇത്ര ഗൗരവമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മുഅ്മിനിന്റെ റൂഹിനെ പിടിക്കുന്ന ജോലിയും ഏറ്റെടുക്കില്ല എന്ന് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, സഹോദരന്മാരെ, എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ്, എത്ര ക്ലേശനിർഭരമാണ്. ആ രംഗത്തു നിന്ന് രക്ഷപ്പെടാൻ ഉപാധികൾ അല്ലാഹുവിലേക്കുള്ള മടക്കമല്ലാതെ, മുത്തഖീങ്ങളായി അല്ലാഹുവിന്റെ ഇഷ്ടന്മാരായി തീരുകയല്ലാതെ യാതൊരു മാർഗവുമില്ലെങ്കിൽ ആ രംഗം വിശദീകരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞത്, കല്ലാ ഇദാ ബലഗതി التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى